അവൾക്ക് കിട്ടണം, പണി കിട്ടണം. ദൈവം പണി എനിക്ക് കിട്ടണം, ഞാൻ തറാ. അതെ, കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓടി അപ്പഴേ യമുന ചേച്ചി എന്നെ പോകും. ചേച്ചി അപ്പ കാലൊക്കെ മലയിലേക്ക് പണിക്കൊന്നും ചെയ്യണ്ട. കുറെ കാലമായിട്ട് ഹെലനെ കാണുന്നില്ല, ഹെലനോസ് പാട്ടെ കാണുന്നില്ല. പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹെലനെ അറിയാം ഹെലൻ എന്തൊക്കെയാ ചിന്തിച്ചത്. അത് ഹെലൻ മെച്ചോർഡായെന്ന് വിചാരിച്ചു. അന്ന് ചെറിയ കുട്ടിയാണ് അവര്, എന്നാലും ഇപ്പോഴും വലിയ മുതുക്കിയൊന്നും ആയിട്ടില്ല, വളരെ പ്രായം കുറഞ്ഞ കുട്ടിയാണ്. എവിടെ പോയി കൂട്ടുകാരൻ അഭിഷേക് ജയദീപ്? കുട്ടിക്കാരനല്ല, പിന്നെ ഇങ്ങനെ ചെയ്യും. ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകും. ആളെ ഇങ്ങനെ ഇരിക്കണല്ലേ, കുലുക്കി തക്കട്ടെ, ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ ചേച്ചി ഇങ്ങനെ കൊടുത്തത് സീതകാശി യമുന ചേച്ചി, എന്റെ എത്ര ക്ലോസ് ആള്. നീ ഇങ്ങനെ കൊടുത്ത് ചേച്ചി പറഞ്ഞ എന്താ ഞാൻ അപ്പഴ ഇപ്പൊ നോക്ക് പറഞ്ഞു. ഞാൻ അപ്പഴ ദൈവമേ കൊടുക്കൂടെ അമ്മ നാടയ്യ നീ അയ്യോ ആള് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പണി ഇത് മതി, നീ കേൾക്കും. സ്വയം നമ്മൾ തറയായിക്കൊണ്ട് എന്തിനാണ് ജാനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഹെലൻ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രേ പറയാറുള്ളൂ. എനിക്ക് നിങ്ങളോട് ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാനത് പറയണമെന്ന് കരുതിരുന്നതാണ്. കുറെ കാലമായിട്ട് ഹെലനെ കാണുന്നില്ല, ഹെലനോസ് പാട്ടെ കാണുന്നില്ല. പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹെലനെ അറിയാം ഹെലൻ എന്തൊക്കെയാ ചിന്തിച്ചത്. അത് ഹെലൻ മെച്ചോർഡായെന്ന് വിചാരിച്ചു. അന്ന് ചെറിയ കുട്ടിയാണ് അവര്, എന്നാലും ഇപ്പോഴും വലിയ മുതുക്കിയൊന്നും ആയിട്ടില്ല, വളരെ പ്രായം കുറഞ്ഞ കുട്ടിയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു കാര്യം, ഹെലന്റെ കാര്യം മാറിക്കാം. ഞാൻ ഡൈന ഹംദിന്റെ കല്യാണം, ഞാൻ ഡൈനയുടെ ഫേസ് കണ്ട് അറിയാം. ഞാൻ വർക്ക് ചെയ്യില്ല, പേരെ അറിയിട്ടില്ല. ഞാൻ അഭിഷേക് ഒരു ഇനോഗ്രേഷനിൽ പോയി. ആ ദിവസം വന്ന കല്യാണം എനിക്ക് മീഡിയ കണ്ട് ചോടി നോക്കും. എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ പോയിട്ടില്ല ഡൈനന്റെ കല്യാണത്തില്. എനിക്ക് അപ്പത്തിലെ ചോദിച്ചില്ല, എനിക്ക് കട്ടില്ലല്ലോ, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്താ വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ അപ്പ ചോദിച്ചത് ആർട്ടിസ്റ്റ്. ഇപ്പൊ നമുക്ക് ആർട്ടിസ്റ്റ് മാത്രം അല്ലല്ലോ സെലിബ്രിറ്റി, കുറെ ആൾക്കാർ ചേച്ചി പറഞ്ഞില്ല, കറക്റ്റ്. സോ ഞാൻ ചോദിച്ചു ആ ആർട്ടിസ്റ്റ് ആണോ? അതൊക്കെ വെച്ചിട്ട് ഡയനെ അറിയില്ല ജാനുവിന്, ഇത്ര അഹങ്കാരോ ഇതൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഐ എം സോ സോറി, എനിക്ക് പേരെ അറിയത്തില്ല. ഇതാണ് ഡയന ഹമീദ്, അത് അറിയത്തില്ല, പക്ഷെ എനിക്ക് കുട്ടിക്ക് അറിയാം. സോ അങ്ങനെയാണ് എനിക്ക്. കാരണം എന്റെ ഫീൽഡിലെ വഴിയില്ല, ഞാൻ എന്റെ വീട്ടിലെ TV ഇല്ല, ഞാൻ TV നോക്കാറില്ല, ന്യൂസ് നോക്കാറില്ല. കാരണം ഇതെ കണ്ടിട്ട് നമുക്ക് ഡിപ്രഷൻ. ഞാൻ വീട്ടിലെ മനസ്സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ആരെന്തെങ്കിലും പറഞ്ഞ കേൾക്കാം, പോട്ടെ. പക്ഷെ മെയിൻ എനിക്ക് ചോദിക്കുന്ന തന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കാൻ എനിക്ക് നാക്കുണ്ടെങ്കിൽ എനിക്ക് നാക്കുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെലനിക്ക് വിളിച്ചിട്ട് അവൾ എൻ്റെ കൂടെ നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിച്ച്, ഞാൻ ഹിന്ദിയിൽ സംസാരിച്ച് സ്വീറ്റായിട്ട് സംസാരിച്ച് ഞാൻ വീഡിയോ എല്ലാം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഇത് സ്റ്റോറി മാറിയിട്ടില്ല. ജാനുക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊച്ചു പെരുമൻ ചെട്ടുണ്ട് ആലോചിക്കൂ. അത്ര നിങ്ങൾ 100% ലിറ്ററസിയാണ് നമ്മൾ അല്ലെ കേരളത്തിൽ. എല്ലാ ഓൾ ഓവർ ഇന്ത്യ പീപ്പിൾ നോ വി ആർ വെരി എഡ്യൂക്കേറ്റഡ്. ഇൻ മലയാളി ഇല്ലാത്ത ഞാൻ ഇപ്പോൾ ഒരു മലയാളീസിന്റെ ഒരു ഭാഗമാണ്. നമ്മളുടെ കൾച്ചറിൽ നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിന്റെ വേണ്ടി എങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബുദ്ധി അത്രേ ഉള്ളൂ. ദെൻ വൈ യു പീപ്പിൾ ആർ ഗോയിങ് ടു സ്കൂൾ? ഫോർഗെറ്റ് അബൌട്ട് സ്കൂൾ, വാട്ട് യു ആർ ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ. നമുക്ക് എന്താ എഡ്യൂക്കേഷൻ വീട്ടിൽ കിട്ടുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഈ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ട വീഡിയോസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. നാളെ മറ്റേ നമ്മളുടെ ഒരു പുതിയ ജനറേഷൻ നമ്മളുടെ കുട്ടികളാവും ഇതൊക്കെ കാണും. ഈ തേരി വിളി എന്താ ഞാൻ ജസ്റ്റ് ഒരു 2 തേരി വിളിച്ചിട്ട് എത്ര പ്രശ്നം. അതിൻ്റെ അപ്പുറത്തെ എനിക്ക് കിട്ടുന്നേ. അതെ, ഇപ്പൊ പ്രശ്നമുണ്ട്. ഒരാൾ മാത്രമല്ല, എല്ലാവരും തുടങ്ങും. ഇവിടെ ആളെ ഇത് കമന്റ് വായിക്കണമെന്നുണ്ടെങ്കിൽ നോക്കൂ. ലക്കിലി എൻ്റെ അമ്മ അച്ഛനൊക്കെ എൻ്റെ അനിയന്മാർക്ക് മലയാളം നന്നായി. അല്ലെങ്കിൽ എന്നെ ലൈഫ് ടൈമിൽ എനിക്ക് ഇവിടെ ഒരു 5 ദിവസം ടൈം തരില്ല. ഇറങ്ങിക്കോ പറഞ്ഞില്ല, ഞാൻ ഇറങ്ങണം. അതെ, ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കുന്ന പരിപാടിയാണ് മീഡിയ ചെയ്യുന്നത്. ഞാൻ എല്ലാവരും പറയത്തില്ല, വളരെ നല്ല മീഡിയാസ് ഉണ്ട്. ഇപ്പൊ ഒറിജിനൽസ് പേരുകൾ എടുത്ത് ഞാൻ പറയാം. അങ്ങനെ കുറച്ചധികം മീഡിയാസ് വളരെ ബെഞ്ച് ഓഫ് എണ്ണാവുന്നത്. ബാക്കി ഒരു 70-60% ഇപ്പൊ തന്നെ ഒരു ഞാൻ പറഞ്ഞ ഈ നതാഷയുടെ കല്യാണത്തിന് നമ്മൾ ചെല്ലുമ്പോൾ ഈ മീഡിയ എന്തുകൊണ്ടാണ് റെസ്ട്രിക്ട് ചെയ്തത്? അവര് പകുതി കട്ട് ചെയ്തിടും, അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ള് കാണിക്കണം. ഇപ്പൊ എന്തുകൊണ്ടാണ് ആ നല്ലൊരു മുഹൂർത്തത്തിൽ നല്ല മൊമെന്റ്സ് മാത്രമാണ് അവർ. നമ്മളെല്ലാവരും നല്ല മൊമെന്റ്സ് ആണ് ഷെയർ ചെയ്തത്. നമ്മുടെ എല്ലാവരുടെ പേഴ്സണൽ ഇൻസ്റ്റയില് നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്കൊരു വിവാദം കൊണ്ടുവരണം. അപ്പൊ ജാനുവിന്റെ വായിന്ന് അങ്ങനെ ഒരു സാധനം വീണു. വേറൊരുത്തിന് എവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ജാനു അതിനാണ് മറുപടി പറയുന്നത്.
ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ഹെല്ലോസ് പാർട്ട എങ്ങനെ വന്നു? ജാനുവിന് ഹെല്ലോസ് പാർട്ടയ്ക്ക് ഒരു ബന്ധവുമില്ല. അപ്പൊ ഇതൊരു കുക്ഡപ്പ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമല്ലേ? ജാനു ഹെലന പുഷ്പാട്ടൊക്കെ അറിയാ അങ്ങനെ പറഞ്ഞില്ല. നീ ചോദിക്കും ഇങ്ങനെ ഉണ്ടോ? അത് അന്തസ്. കാരണം ആ ദിവസം എനിക്ക് ജാസി സുരുത്തി സിത്താര എന്നെ പറയുന്നുണ്ടോ ജാൻബ ഇങ്ങനെ ഉണ്ട്, നല്ല കുട്ടിയാണ്, നൻപ ഇങ്ങനെ തീരാക്കാൻ വേണ്ടി നോക്കൂ, ഇത് മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുപോയി. എനിക്ക് ജാസി എനിക്ക് അത്ര ആ കുട്ടിക്ക് ഞാൻ ഇങ്ങനെ ചീത്ത പറയാം. ആ കുട്ടിയാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഹെലന്റെ കൂടെ ജാസിന്റെ പ്രശ്നം എന്താ, ഞാൻ ജാസിക്ക് പേഴ്സണൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ നിങ്ങൾ രണ്ട് തമ്മിൽ എന്താ പ്രശ്നമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ തീരുന്ന പോരെ. ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തേടി ഇങ്ങോട്ട് തേടി. ഇപ്പോൾ വിവാദ നായകമാരിൽ, അതായത് ഇപ്പോൾ ട്രോളർമാരെ മേളിലോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ മെയിൻ നിൽക്കുന്ന ആളാണ് ജാസി. അപ്പം നമ്മൾ ജാസിയുടെ കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചു. അവരാണ് ഹെലൻ്റെ നമ്പർ തന്നത്, അല്ലെങ്കിൽ നീ വിളിച്ച് ആ ഒരു തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യണമെന്ന് ജാസിയാണ് പറഞ്ഞത്. ഞാൻ ജാസി ഇൻ്റർവ്യൂ ചെയ്ത ഒരാളാണ്. ജാസിയെ ഇൻ്റർവ്യൂ ചെയ്തത് ഹോട്ട് സീറ്റിലാണ്. ഹോട്ട് സീറ്റിലിട്ട് ഞാനൊരു പൊരിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒരുപാട് തെറിവിളികൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചു. ഇതെല്ലാം അവരുടെ പെർമിഷനോടുകൂടി ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ജാനുവിനോട് പറയുകയാണെങ്കിൽ ജാനു എൻ്റെ ഷോ ഇങ്ങനെയാണ്, ജാനുവിന് ധൈര്യം ഉണ്ടോ എങ്കിൽ മാത്രം ഇരിക്കുക, ദെൻ ഓക്കെ ഫൈൻ. എൻ്റെ ഹോട്ട് സീറ്റ് ചെയ്ത പോയ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ജാസി ധൈര്യശാലിയായിരുന്നു. ജാസി വന്ന് ചെയ്തു. ശരിക്കും ഇഷ്ടമുള്ളത് ചോദിച്ചോളാം പറഞ്ഞു. അങ്ങനെയാണ് അത് വൈറലായത്. എന്ന് വെച്ചിട്ട് ജാസി ഞാനും ശത്രുക്കളല്ല, വി ആർ നോട്ട് എനിമീസ്. ജാസി ഒരു നല്ല മനസ്സിന് ഉടമയാണെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. ബിക്കോസ് അവരെന്തു ആയിക്കോട്ടെ. ആൻഡ് ലുക്ക് അറ്റ് ഹെർ. ഇപ്പൊ ഞാൻ ഈ ഹെലനോസ് പാട്ട പറയുന്നു, അവൻ അങ്ങനെ വിളിച്ചു. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ശരീരത്തിൽ മറ്റു സത്വത്തിലേക്ക് പോകാനുള്ള ആഗ്രഹമാണ്. അതാണ് അവരങ്ങനെ മാറുന്നത്. അവർ നേരത്തെ പുരുഷനായിരിക്കാം, അവർക്ക് സ്ത്രീയായി മാറണം, അവർ അങ്ങനെയാണെന്ന് തോന്നിയോണ്ടാണല്ലോ അവർ ട്രാൻസ്ജെൻഡർ എന്ന പേരിലേക്ക് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ വിഷയമാണ് നാട്ടുകാർക്ക് അവർ സർജറി ചെയ്തോ ഇല്ലയോ എന്ന് അറിയണം. അവരുടെ തുണി പൊക്കി ദിസ് ഇസ് ഫസ്റ്റ് തിങ്. പബ്ലിക്കൊക്കെ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ഈസി അല്ല. ദാറ്റ് ഈസ് ലോട്ട്സ് ഓഫ് പെയിൻ, ദാറ്റ് ഈസ് ലോട്ട്സ് ഓഫ് മെൻ്റലി സ്ട്രെസ്. നമുക്ക് അത്ര സഹിച്ചിട്ട് ഓരോ ആൾ സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് അതിൻ്റെ വേണ്ടി സംസാരിക്കണ്ട. കാരണം നാളെ മറ്റന്നാളെ നമ്മൾ ഈ ആൾക്ക് കുറ്റം പറഞ്ഞിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ ഇങ്ങനെ പോലെ ഒരു കുട്ടി നമ്മളുടെ വീട്ടിൽ ജനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കളയാൻ പറ്റുമോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. യെസ്, ദാറ്റ്സ് എ കറക്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇത് ആരും അവർ മനഃപൂർവ്വം മറ്റേ ക്ലോൺ ചെയ്ത് ഉണ്ടാക്കിയതല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ ദൈവമായിട്ട് സൃഷ്ടിച്ച പ്രത്യേക ജനസിലുള്ള ആൾക്കാരാണ്. ദേ ആർ ദ സ്പെഷ്യൽ വൺസ്. ഐ ഓൾവേസ് കൺസിഡർ ട്രാൻസ് കമ്മ്യൂണിറ്റീസ് ആർ സ്പെഷ്യൽ. ദൈവത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവർ രണ്ട് വർഗത്തിലും ടോപ്പിൽ വെച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ് അങ്ങനെ. ഇപ്പോൾ ജാസിയെ സംബന്ധിച്ചിടത്തോളം ജാസി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് ആരും ട്രാൻസ്ജെൻഡേഴ്സ് ആരും സർജറി ചെയ്തിട്ടില്ലേ? സർജറി ചെയ്യാത്തവരില്ലേ? എന്തിനും ജാസി സർജറി ചെയ്തിട്ടില്ല. ജാസിക്ക് മാത്രം എന്താണ്? എനിക്ക് അത് എൻ്റെ ക്വസ്റ്റ്യനാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വൈ ഓൺലി ജാസി? കാരണം എല്ലാവരും ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ടൈമിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ അത്ര ഹൈപ്പിൽ പോയിട്ടില്ല. കാരണം ഞാൻ രഞ്ജു നമ്മൾ ആ ടൈമിലാണ് നമ്മൾ ബോംബെയിലെ പോയി ചെയ്ത്. കാരണം ഇപ്പോൾ ലേസർ ചെയ്യുന്ന സാധാരണ ഒരു എക്സാമ്പിൾ, ലേസർ ചെയ്യുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്ന ഒത്തിരി വലിയൊരു വാഷിംഗ് മെഷീൻ്റെ പോലെ ഒരു സാധനം 2 ദിവസം നമ്മൾ വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫേസിലെ കുറച്ച് ഹെയർ മാർക്കുണ്ട്. അത് കളയാൻ വേണ്ടി ഞാൻ ചെയ്ത ടൈമിൽ അത് ഞാൻ അന്ന് ഫസ്റ്റ് ആർട്ടിസ്റ്റ്, ഫസ്റ്റ് പേഴ്സൺ who done the laser in Kerala 2011. After that Rimi, Kavyaji, Shamna, so എല്ലാവരും കായ ക്ലിനിക്ക് വന്ന് തുടങ്ങി. അത് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഡോക്ടേഴ്സ് വേറെ വേറെ ആൾക്കാർ വന്ന് വേറെ വേറെ സ്കിൻ ക്ലിനിക്ക് കാര്യങ്ങളും വന്ന് തുടങ്ങിയിട്ടുണ്ടായി. So that I never say I'm the first person I have done this. I'm the first person I mean from the community who make it open, because Ariana Larkai, I'm the first makeup artist who has changed like completely. ഇന്നത്തെ ദിവസം മുതൽ ഞാൻ till I worked it all over India, 327 artists, celebrity. They are also prominent. Wow. So I never spoke all those things because it's a life. It's day to how it's one day going. I'm working and going. So ആൾക്കാർക്ക് ഓരോ ആളുടെ വേണ്ടി കുറ്റം പറയുന്നത് ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ തോന്നുന്നുണ്ടെങ്കിൽ, പേഴ്സണൽ എന്തെങ്കിലും പ്രശ്നം, അത് ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് തീരുന്ന പോലെ. അതെ, സീരിയസ്ലി ഒരാളെ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ രേണു സുധി, അവരെ ഏറ്റവും കൂടുതൽ, അതായത് ഈ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ തെറിവിളി കേട്ടൊരു സ്ത്രീ ചിലപ്പോൾ സോഫാർ കാണത്തില്ല. ഇത്രയും അവർ മരിക്കാതെ ഒരു ഫൈറ്റ് ചെയ്ത് ഒരു പോരാടി. അവരുടെ ഹസ്ബൻഡ് മരിച്ചു, അവർ ഫീൽഡിലേക്ക് ഇറങ്ങി, അവർ ആൽബത്തിൽ അഭിനയിച്ചു. അതാണ് അവർ ചെയ്ത തെറ്റ്.
അവർ തുണി അഴിച്ച് കാണിച്ചില്ല. അതുകൂടെ ചെയ്യണമായിരുന്നു. അതാണ് ഇവരുടെയൊക്കെ ആവശ്യം. അവരത് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ട് ശരി എനിക്ക് എന്താ സിനിമ കിട്ടില്ലേ, എന്താ നമ്മുടെ സിനിമ എല്ലാം ഭയങ്കര കളങ്കരഹിതമാണോ? അല്ല, ബട്ട് അവർക്ക് താല്പര്യമില്ല. ശരി എനിക്ക് ആൽബം ഇഷ്ടമാണ്, ഞാൻ അന്തസ്സായിട്ട് അഭിനയിക്കുന്നു, കാണാത്തൊരു കാണണ്ട. വെരി ഇൻഡിപെൻഡന്റ്, വെരി ബോൾഡ്. രനു ചേച്ചിയുടെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ആ വീഡിയോ ചെയ്യുന്ന ടൈമിൽ സുടിച്ചിട്ട് മരിച്ചപ്പോ എനിക്ക് അറിയത്തില്ല. ഞാൻ അത്ര മണ്ടെത്തിയാണ്. ഞാൻ സുടിച്ചിട്ട വീട്ടിലേ ഉണ്ടോ അല്ലേ, സുടിച്ചിട്ടാ ഞാൻ എവിടെ എത്തിയെട്ടോ ഞാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് കുറെ ആൾക്കാർ ഇപ്പൊ മരിച്ചു പോകുന്ന ഓരോ ആളുടെ വേണ്ടി നിങ്ങളെങ്ങനെ. സോ ഞാൻ അതിന് മുന്നേ സെറ്റം അറിയത്തില്ല, കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിലെ ഉണ്ടോ ആളാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന സിനിമ പോലെ ഞാൻ ഹാളിൽ പോയിട്ട് കണ്ടിട്ടില്ല. ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലാണ്, അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ. സോ ഞാൻ പുറത്തേക്ക് ലോകത്തിലെ കൂടെ എനിക്ക് കണക്ഷൻസ് ഭയങ്കര കുറവാണ്. സോ അത് കഴിഞ്ഞിട്ടും രനുശ്രുതി എന്നെ തെരി വിളിക്കാൻ പറ്റുമല്ലേ, നീ എന്റെ മരിച്ചു പോകുന്ന ഭർത്താവിനെ നീ കളിയാക്കണം പറഞ്ഞിട്ട് രനു ചേച്ചി എനിക്ക് ഒരു കോള് അങ്ങനെ ഒരു കമന്റ് പോലെ അവള് എവിടെയോ പറഞ്ഞിട്ടില്ല. ഞാൻ പേടിച്ചിട്ട് ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞ അയ്യോ ചെയ്ത് നീ ഇത് വൈറലായി. പക്ഷെ രനു ചേച്ചി എന്റെ വീഡിയോയുടെ ട്രോള് മിമിക്രി ചെയ്ത് എന്താ പറയും, അതാ നമുക്ക് ഒരു ആളുടെ വോയിസ് ചെയ്തിട്ട് നമ്മള് മിമിക്രി ചെയ്ത് അത് കണ്ടിട്ട് ഞാൻ ഹാപ്പിയായി. ഞാൻ പറഞ്ഞ ആൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ആള്. സോ ദാറ്റ് ഇസ് നോ എൻഡ് ഓഫ് ദ മൊമെന്റ് ആർട്ടിസ്റ്റ് റൗണ്ട്. നമുക്ക് ഇപ്പൊ ഞാൻ കുറെ പേര് വിളിച്ചു, കുറെ ചീത്ത പറഞ്ഞു, കുറെ ഓരോ ആൾക്ക് കേൾക്കാൻ പറ്റില്ല പോലെ ഞാൻ ബിഹേവ് ചെയ്ത് കൊടുത്ത്. പക്ഷെ ആൾക്ക് നമ്മൾ തിരിച്ചു നോക്കണ്ടേ. ഫോർഗെറ്റ് ഇപ്പോൾ ആൾക്ക് പറഞ്ഞ ആളുടെ മൊത്തം ഫാമിലി, മൊത്തം അച്ഛൻ അമ്മ എല്ലാം വലിച്ച് that is very cheap, I think. അതൊന്നും പറയാം, അത് ചീപ്പെന്നല്ല. അതിന് പിന്നെ നമ്മുടെ ഒരു സംസ്കാരം, ഈ ഇന്റർവ്യൂവിന്റെ സംസ്കാരം അത് അനുവദിക്കാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല, നമ്മളത് കീപ്പ് ചെയ്യുന്നത് മാത്രം. അമ്മ അച്ഛനെ വിളിച്ചിട്ട് that is no, you have also your family. No, നമ്മളെ പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഈ രേണുസുതിക്ക് അച്ഛനും അമ്മയുണ്ട്, മക്കളുണ്ട്. അവരെന്നിട്ടും ഇതെല്ലാം കേട്ടുകൊണ്ട് അവരിന്നിപ്പോ ബഹറിലാണ്, ബഹറിൽ വർക്ക് ചെയ്യുവാണ് ഇപ്പൊ. 3-4 ബഹറിൻ, എനിക്ക് തോന്നുന്നു അനുമോൾക്ക് പോലും കിട്ടിയിട്ടില്ല അത്രയും ഷോസ് ആഫ്റ്റർ ബിഗ് ബോസ് രേണുസുതിക്ക് കിട്ടി. അതാ ബിഗ് ബോസ് പട്ടം കൊണ്ടല്ല, ബിക്കോസ് ഓഫ് ഹാർഡ് വർക്ക്. നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ജാനുവിന്റെ ഹാർഡ് വർക്ക് ആണ്, അല്ലാതെ ബിഗ് ബോസ് പദവി തന്നതല്ല. ബിഗ് ബോസ് മൂലം കുറെ അധികം ആൾക്കാരെ നിങ്ങളെ അറിഞ്ഞു, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ വർക്ക് കൊണ്ട് കിട്ടുന്നതാണ്. ബിക്കോസ് യു ആർ സ്റ്റിൽ എ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, അല്ലാതെ ബിഗ് ബോസ് താരമായിട്ട് ഫോട്ടോഷൂട്ട് നടക്കുവാണോ? ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ ക്ലയന്റ് വിളിക്കുന്ന ടൈമിൽ സംസാരിക്കുന്ന വഴി പേടിച്ചു പോയി. പക്ഷെ ഞാനും ഭയങ്കര സ്വീറ്റ് ആണ്. ഞാൻ പറയാം ബിഗ് ബോസ് അറ്റ് വൺ ഷോ ഐ പെർഫോം ദേ, ഞാൻ പെർഫോം ചെയ്ത് ഞാൻ എന്തൊക്കെ നാടകം കളിക്കുന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് മൈ പെർഫോമൻസ്. പിന്നെ ഒരു ആൾക്കാർ പറയുന്ന ഫാൻ ബേസ് ഉണ്ടോ, നമുക്ക് ഫാൻ ബേസ് ഉണ്ടോ? ഓരോ ബിഗ് ബോസ് ആളുടെ ഫാൻസ് ആരും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എന്താ പറയുന്നത്, സീസണൽ ഷോ ആണ്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് 4 ഷോയിൽ ഒരു വേറെ ആൾക്കാർക്ക് കിട്ടണമെങ്കിൽ അവരെ പോകും, അത്രേ ഉള്ളൂ. ഫാൻസ് പറയുന്നില്ല മമ്മൂട്ടി, മോഹൻലാൽ, മഞ്ജു വാര്യർ, ആ ആൾക്കാരിതാണ് ഫാൻസ്. കാരണം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഫാൻസ് അവർക്കുണ്ടാവും. പക്ഷെ നമ്മള് ആ ലെവലിൽ എത്താൻ പറ്റത്തില്ല, അതൊരു വേറെ ലോകമാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഫാൻസ് ഉണ്ടോ, നമ്മള് ബിഗ് അതിന് എല്ലാവരും പറഞ്ഞു ജാനു ഒരു സെലിബ്രിറ്റി അല്ലേ, ജാനു അങ്ങനെ ബിഹേവ് ചെയ്യരുത്, ജാനു എന്താണ് പറയുന്നത് യൂട്യൂബേഴ്സിന്റെ കൂടെ പോയിട്ട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞ ഞാൻ വിചാരിക്കില്ല ഞാൻ സെലിബ്രിറ്റിയാണ്. I am a simple makeup artist, simple human being. People love me. That is my luck. Yes. എൻ്റെ ഭാഗ്യത്തിൽ എനിക്ക് കൊച്ചു കൊച്ചു കുട്ടികൾ എന്നെ സ്നേഹിക്കുന്നത്, അമ്മമാരി എനിക്ക് സ്നേഹിക്കുന്നത്, അത് ദൈവം തന്നെ എൻ്റെ ഒരു ഗിഫ്റ്റാണ്. അത് ഞാൻ സെലിബ്രിറ്റി കാരണമല്ല. ബിക്കോസ് ഐ ആം നോട്ട് മോഹൻലാൽ, ഐ ആം നോട്ട് മഞ്ജു വാര്യർ, ഐ ആം നോട്ട് അറ്റ് ഓൾ മമ്മൂട്ടി. ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി ചിലപ്പോൾ എനിക്ക് തോന്നും, സത്യപ്പാട് പച്ചക്ക് എനിക്ക് പറയാനേ അറിയാത്ത ആൾ ഒന്നുമില്ല. ഞാനൊരു മനുഷ്യനാണ്, എല്ലാ മനുഷ്യർക്ക് ഉണ്ട്, എല്ലാം വികാരങ്ങൾ എനിക്കുണ്ടോ, എല്ലാം പറയാൻ വേണ്ടി എന്നോട് നാക്കുണ്ടോ. പക്ഷെ ഞാൻ പറയില്ല, ഞാൻ അതിന് പറഞ്ഞു ജാൻമണി 2 വാക്കില്ലേ ഈ മൊത്തം കേരളം ഇങ്ങനെ ചുരുത്തിട്ടുണ്ടെങ്കിൽ എന്റെ നാവ് വിചാരിക്കെന്താവും. അങ്ങനെ ആ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്ത്, ജാൻമണി മറ്റേ ബിഗ് ബോസില് അത് ഇച്ചിരി കോൺട്രവേഴ്സ്യൽ ആയിരുന്നു, പ്രാഗി എന്ന് പറയുന്നു. അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ? അങ്ങനെ മനസ്സറിഞ്ഞ് അങ്ങനെയൊക്കെ ഒരാളെ ശപിക്കുമോ താൻ? കത്തിയല്ലേ ഞാനെങ്ങനെ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. അവൾക്ക് കിട്ടണം, പണി കിട്ടണം, കിട്ടണം, ദൈവം പണി ഞാൻ എനിക്ക് കിട്ടണം, ഞാൻ തറാ. അതൊക്കെ കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓടി അപ്പഴേ യമുന ചേച്ചി എന്നെ പോകും ചേച്ചി അപ്പൊ മലയിലേക്ക് തമസാണില്ല ചെയ്യണ്ട. സോ അതൊക്കെ എല്ലാം ഞാൻ ബിഗ് ബോസിൽ എന്തൊക്കെ ചെയ്ത് എല്ലാം ബിക്കോസ് അല്ലെങ്കിൽ എന്നെ പോയിന്റ്, കാരണം ഐ നോ ഹൗ, ബിക്കോസ് ഐ ആം
ഓൾവേസ് ഞാൻ ഫോളോ ചെയ്ത ഹിന്ദി ബിഗ് ബസ്സിലാണ്. അതെ. അവിടെ എന്താ നാടകം ചെയ്യും, അതാണ് നാടകം ഞാൻ ഇവിടെ ചെയ്യുന്നത്. കാരണം എനിക്ക് മലയാളത്തിൽ എന്താ, ഞാൻ ഫസ്റ്റ് 2-3 സീസണിനെ കുറിച്ച് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, നോക്കൂ ജാൻമണി ഇങ്ങനെ കളി, ആ ബോറാ സത്യം. ഇപ്പോഴും ഞാൻ ഇപ്പൊ നേരത്തെ ഇന്നലെ ജാനുവിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ കയറി വന്നു. ജാൻ അടിക്കുമ്പോൾ ഇത് കയറി വരും, ഈ ശപിക്കുന്നത്. നീ നോണ നോക്ക്. അങ്ങനെ അല്ല, അവൾക്ക് കിട്ടണം അങ്ങനെ അവൻ യമുന ഇങ്ങനെ പേടിച്ച്. അപ്പൊ ഞാനൊരു ദൈവമേ, ജാനു ഇങ്ങനെയൊക്കെ പറയും. ഫസ്റ്റിലെ കോമഡി എന്താ, രതീശൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ഇറങ്ങി പോവും, ആളെ ഇങ്ങനെ ഇരിക്കണല്ലേ, കുലുക്കി തക്കട്ടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ ചേച്ചി ഇങ്ങനെ കൊടുത്തത്, സീതകാശി യമുന ചേച്ചി എന്റെ എത്ര ക്ലോസ് ആള്, നീ ഇങ്ങനെ കൊടുത്ത് ചേച്ചി പറഞ്ഞ എന്താ, ഞാൻ അപ്പ ഇപ്പൊ നോക്ക് പറഞ്ഞു, ഞാൻ അപ്പഴ ദൈവമേ കൊടുക്കൂല അമ്മ നാട അയ്യാള് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പണി ഇത് മതി, നീ കേൾക്കൂ. ചേച്ചി നമുക്ക് ഓരോ ആൾക്ക് നമ്മളെ ഒരു മഹാത്മാ ഒന്നുമില്ല, ഒരാൾക്ക് നമ്മളെ ശാപിച്ച് നശിപ്പിച്ച് ചെയ്യൂല ചേച്ചി, ചെയ്യൂല മീൻസ് ആവശ്യകത ഇല്ല. അതെ, ഇത് ട്രാൻസ്ജെൻഡർ മാത്രമല്ല, ഇപ്പൊ ചേച്ചിക്ക് അനാവശ്യകത്തെ ഞാൻ ഒരു തലയിലേക്ക് കൊടുത്ത് എത്ര ശാപിക്കുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ സെറ്റ് അവസ്ഥ ദൈവം അറിയണമെന്നുണ്ടെങ്കിൽ ആ ശ്രാപ്പം അവിടെ പോയില്ല, കേൾക്കില്ല, ആ തിരിച്ച് നമുക്ക് കിട്ടും. എനർജി ഈസ് മൈൻഡ്. ആൾക്കാർ പറയുന്നത് നമ്മൾ എപ്പോഴും ഗുഡ് തിങ്സ് പറയണം, ഗുഡ് കാര്യം ചെയ്യണം, ബിക്കോസ് ദാറ്റ് വിൽ കം ബാക്ക് ടു ആസ് ഓൺലി. സോ നമ്മൾ ഞാൻ തമാസക്ക് പറയുന്ന കാര്യം ഞാനിപ്പോ ഞാൻ ശ്രാപ്പിക്കും, ഒരു ദൈവമേ കൊടുക്കൂല അമ്മേ. സോ പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായി തമാസ ആയിട്ട് ഭയങ്കര ട്രോളാക്കി. പിന്നെ എന്താ പറയുന്നത്, മനസ്സിലെ ഞാൻ പറയില്ല, എൻ്റെ വിഷമം വന്നോ ആൾക്കാർക്ക് കിട്ടാറുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ആരോ വിഷമിപ്പിക്കും, അനാവശ്യകത വിഷമിപ്പിക്കും, അപ്പൊ പണി കിട്ടും. അത് എല്ലാവർക്കും ഉണ്ടോ, എല്ലാം ഹ്യൂമൻ ബീങ്സ്. അതെ, നമ്മളറിയാതെ. അതൊരിക്കൽ എനിക്ക് രഞ്ജുമ്മയുടെ ഇന്റർവ്യൂവിൽ രഞ്ജുമ്മ പറഞ്ഞു, ശരി നമ്മളറിയാതെ നമ്മളൊരാളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പറ്റിക്കുക, അത് നമ്മളപ്പോ തകർന്നു പോവാണ്, നമ്മൾ പറ്റിക്കപ്പെട്ടു. അപ്പൊ അയാൾക്ക് പണി കിട്ടും, ബിക്കോസ് നമ്മൾ പറ്റിക്കപ്പെട്ടു, നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞാണ് അയാൾ കൊണ്ടുപോയത്. ഓരോ ആൾക്ക് ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങളുണ്ട് ചേച്ചി, എന്റെ സെറ്റിൽമെന്റ് കേസ് നടക്കുന്നത്, എന്റെ ബുട്ടിക്ക് ഓപ്പൺ ആക്കി കൊറോണ വന്ന് അത് സ്റ്റോപ്പ് ആയ സെറ്റിൽമെന്റ് നടക്കുന്നത്, എനിക്ക് ആ ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കണം. ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ നോക്കിയിരിക്കുന്നത്. ഇപ്പൊ 3-4 വർഷമായിട്ട് സ്ഥാക്കായിട്ട് കിടക്കുന്നത്. എല്ലാവരും പറഞ്ഞ ജാനു താരന്റെ ബിസിനസ് അല്ലേ, ബിസിനസ് പൊട്ടുന്നുണ്ടെങ്കിൽ ജാനുക്ക് നഷ്ടമുണ്ട്. പക്ഷെ എന്റെ മനസ്സിലൊരു കാര്യം, ചിലപ്പോൾ കുറച്ച് ദിവസം ലേറ്റ് ആവും, പക്ഷെ ഞാൻ പൈസ മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കുന്ന വഴി ആവും അല്ലേ, നമ്മുടെ അതൊക്കെ തിരിച്ച് തന്നിട്ട്. കാരണം എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ദുബായിൽ താമസിക്കുന്ന ഫ്രണ്ട് ഉണ്ട്, എന്നെ കൂടെ കുറച്ച് വിഷമമുണ്ടോ, പക്ഷെ ആ വിഷമം മാറി തന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം പറയല്ലേ ജാനു ലേറ്റ് ആയി, പക്ഷെ നമ്മളുടെ പൈസ ജാനുവിന്റെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്ത്, അതാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് എപ്പോഴും ദൈവമൊക്കെ പാർട്ടിക്കുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടാണ് ഞാൻ അത് സെറ്റിൽമെന്റ് കഴിയാൻ പറ്റില്ലാത്ത. എനിക്ക് ആ പ്രശ്നങ്ങളാണ് എപ്പോഴും ഞാൻ ജെന്യുവൻ ആയിട്ട് ചിന്തിക്കുന്നത്, കാരണം ഞാൻ 2 സൈഡ് ചിന്തിക്കുന്നു. ഇപ്പൊ എൻ്റെ എല്ലാം സേവിങ്സ് പോയിട്ട് ഞാൻ ബിസിനസ് ഓപ്പൺ ആക്കി ആരൊക്കെ കൊറോണ വരെ 2 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ആ പ്രശ്നങ്ങളുണ്ടോ, എനിക്ക് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ജാനു ജെന്യുവൻ ആണ്, ജാനു എങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി പറഞ്ഞില്ലേ ജാനു മാറ്റമില്ല, ചിലപ്പോൾ കുറച്ച് ദിവസമോ. അതാണ് നമ്മളുടെ ജെന്യുവനിറ്റി അല്ലേ. മരിച്ചു പോകുന്ന ടൈമിൽ നമുക്ക് ഇതാണ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഈ തേടിപുള്ളി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാര്യമില്ല. അതെ, ഇപ്പൊ ഈ ജാസിയെ സംബന്ധിച്ചുള്ള ആ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ. അവര് നേരത്തെ പുരുഷനായിരുന്നു. നേരത്തെ പുരുഷനായതുകൊണ്ടാണല്ലോ അവർ സ്ത്രീയിലേക്ക് വന്നത്. അല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ജാസി നേരത്തെ പുരുഷനുണ്ടായി, ജാസി ഇപ്പൊ സർജറി ചെയ്ത്, നിങ്ങൾക്ക് എവിടെയാണ് ചോറി? അതെ, എവിടെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ, എവിടെയാണ് ഇത്ര ചൊറിച്ചില്? ജാസി പോയിട്ട് നിങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ടാണോ ജാസി പോന്നെ? ജാസി നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ജാസി നാട്ടുകടിക്ക് പറ്റിക്കുന്ന, ജാസി എവിടെയാ പറ്റിക്കുന്ന, ജാസി ഹൈലൈറ്റ് ഒന്നും വെച്ചിട്ടില്ലല്ലേ, പാവം. കാരണം ഞാൻ എന്റെ ഫ്രണ്ട് അല്ല, വേണ്ടിയല്ല, ഇപ്പൊ ജാസിയുടെ സ്ഥലത്തിൽ വേറെ ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് ഞാൻ പറയാം. അവൾക്ക് ഒരു പ്രശ്നമല്ല, തമസായിട്ട് പറയുന്ന കാര്യം പോലും ആൾക്കാർ സീരിയസ് ആയിട്ട് ആയിരിക്കും. അതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് മോളെ തമസായിട്ട് പറയണ്ടേ. ഇപ്പൊ സാരി 2 ലക്ഷം സാരി അവള് പറയുന്നത്, അതിന് മുന്നേ അവള് ഒരു കൊലാബ് വീഡിയോ തന്നിട്ടുണ്ടോ അല്ലേ? കഴിഞ്ഞ ദിവസം അവരൊരു ഒരു വീഡിയോ കണ്ടാണ്, ജാസി ഇട്ടിരിക്കുന്ന ഒരു പാമ്പിന്റെ പോലത്തെ ഒരു ചെയിൻ്റെ കണ്ടിട്ട്, അത് ഞാൻ മറ്റേ നമ്മുടെ പ്രിയങ്ക ചോപ്ര ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ. ഇത് പറയുമ്പോ അറിയാം ജാസി കളിയാക്കിക്കൊണ്ട് പറയുന്ന ബോധമുള്ളൊരു ഒരാൾക്ക് മനസ്സിലാവും. അതുടനെ വളരെ സീരിയസ് ആക്കി ജാസിക്കിട്ട് പണിയാനായിട്ട് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ആൾക്കാർ ഇടയ്ക്ക് വെച്ചിട്ട് ജാസി ഇതാ പറഞ്ഞു, ഈ വീഡിയോയിൽ എങ്ങനെ പറഞ്ഞു,
ഇതുവരെ ഒന്നുമില്ല. ജാസിത്തെ വിറ്റിത്തെ കോണ്ടന്റ് ഉണ്ടാക്കി എൻ്റെ ചേച്ചി ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ മറുപടി എനിക്ക് പറയാം. ഞാൻ തെറ്റുണ്ടെങ്കിൽ ചേച്ചി എന്നെ പറയണം. നിങ്ങൾക്ക് ജാസിക്ക് ഇഷ്ടമില്ല, ജാൻമണിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് രേണുസുടിക്ക് ഇഷ്ടമില്ല, ഓക്കെ ഫൈൻ, നോക്കണ്ട, ഫോളോ ചെയ്യണ്ട, ഒരു മറുപടി പറഞ്ഞ ആവശ്യകത ഇല്ല. ലീവ് മീ അല്ലേ? നമ്മളുടെ കാര്യത്തിൽ നിങ്ങൾ ഓരോ സൈഡിൽ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമില്ല, ഓക്കെ ആയിക്കോട്ടെ, നമ്മളുടെ ഫേസ് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കും, നിങ്ങൾ ആ വീഡിയോയിലെ പൈസ വരും, ആ പൈസ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. ആള് ഇഷ്ടമില്ല, പക്ഷെ ആളിത് വരി ഉണ്ടാക്കുന്ന സാധനങ്ങളും വേണം. അത് എങ്ങനെ രീതിയിലൊക്കെ ശരിയാവും? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പൊ ഒരു കാര്യം ആലോചിച്ചത്. ഇപ്പൊ ചോദിക്കുന്നത് തെറ്റാണോന്ന് എനിക്ക് അറിയത്തില്ല. എവിടെ പോയി കൂട്ടുകാരൻ അഭിഷേക് ജയദീപ്? കുട്ടിക്കാരനല്ല പിന്നെ എന്താ അത് പറയുന്നതാണോ? ജാനുദേ കളിക്കല്ലേ? അവര് എന്താ പറ്റി അറിയത്തില്ല. ഇൻ ബിറ്റ്വീൻ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ വിളിക്കും, കുറെ ടൈം സംസാരിക്കും, പിന്നെ ഫോൺ ഇടായില്ല. എന്റെ ഭർത്താവ് നിങ്ങളെ കണ്ടുപിടിക്കണ എനിക്ക് അറിയത്തില്ല. അത് എന്താണ്? അവര് പുനെയിലല്ലേ? ആര്? അഭിഷേക്. ഞാൻ പറഞ്ഞ ശരിക്കും കെട്ടിക്ക് എന്നെ, അല്ലെങ്കിൽ ഞാൻ പ്രശ്നമാക്കും പറഞ്ഞു. അതുകൊണ്ട് ഓടിയാണോ? ഇനിയിപ്പോ കൂട്ടുകാരൻ നെവിനൊക്കെ വന്നോണ്ട്, നമ്മുടെ നെവിൻ കപ്രീഷ്യസ് അംബ്രൂസ് ഒക്കെ വന്നതുകൊണ്ട് ഇനി ജാനുവിനെ ഉപേക്ഷിച്ചാണോ? എന്റെ കുട്ടി ഫ്രണ്ട്സ് ആണ്, ലൈക് കണ്ടത്തില് ഇരിക്കുന്നത് നല്ല മനുഷ്യനാണ്. എന്റെ കൂടെ നല്ല ഫ്രണ്ട്സ് ആണ്. നവിന്റെ കുറച്ച് സ്വഭാവങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് പണി, പക്ഷെ അവർ ഒരു നൈസ് പേഴ്സൺ ആണ്. സോ എനിക്ക് അത്ര ഫ്രണ്ട്ഷിപ്പ് കൂട്ടായി ഒന്നുമില്ല. അഭിഷേകിന്റെ കൂടെ ആണ് നവിന്റെ ഭയങ്കര. അതാണ് അവൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവിടെ വെച്ച് പറയുമായിരുന്നു എന്റെ അഭിഷേക്. അല്ല, നമുക്ക് അഭിഷേകിലേക്ക് വരാം. സോറി, പിന്നെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഇരിപ്പുവശം? നിങ്ങൾ തുറന്നു പറയൂ. ചേച്ചി മനസ്സിലായിട്ടില്ല അതിനർത്ഥം? അവന്റെ കൂടെ സെക്കം പറഞ്ഞില്ല, നമ്മൾ രണ്ടുപേര് എന്താ കോണ്ടന്റ് തരത്തുണ്ടെങ്കിൽ അത് അപ്പത്തിലുള്ള. ഇവിടെ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ. ഞാൻ ഡൽഹിയിൽ പോയി കഴിഞ്ഞിട്ടില്ല, ഒരാള് ചോദിച്ച് യുവർ ഹസ്ബൻഡ് ഈസ് വെരി നൈസ്. ഞാൻ ആരെങ്കിലൊക്കെ പറയത്തുള്ളൂ. ഞാൻ നല്ലത്. എന്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടം. അച്ഛന് ചിരിച്ചത് എന്റെ ഏറ്റവും കോമഡിയാണ്. എന്റെ അനിയന് ചോദിച്ച്, അനിയനൊക്കെ പോലെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അനിയന് പറഞ്ഞ് എന്താ ചെയ്ത അവന്, ഞാൻ അപ്പം ആരാ ആ വീഡിയോയിലുണ്ട് ആള്, അപ്പം അവന് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഇരിക്കുന്ന ആ ചെയ്തിട്ടുണ്ടായി ജോലി. ഞാൻ അപ്പം ഉണ്ട്, ഇപ്പൊ ഉണ്ട്. ഞാൻ പറഞ്ഞ അയ്യോ അവര് പറഞ്ഞാണ്. പിന്നെ ഞാൻ പറഞ്ഞ നിന്റെ കാല് ചെയ്താണ് എൻ്റെ ഏറ്റവും അഭിഷേക് എൻ്റെ ഏറ്റവും സ്നേഹത്തിലെ ഒരു അനിയൻ. ഞാൻ പിടിക്കാൻ പറ്റുന്ന ഒരു പയ്യൻ. അവര് പാവം വന്നു. ഹീസ് വെരി ഇന്നോസെന്റ്. അഭിഷേക് ഭയങ്കര ഇന്നോസെന്റ് ആണ്. ഞാൻ അത്ര ഫൈറ്റിംഗ് ചെയ്യുന്നത്, ബ്ലോഗ് ആക്കും, അങ്ങോട്ട് ബ്ലോഗ് ആക്കും, പിന്നെ സംസാരിക്കില്ല. 2 ദിവസം കഴിച്ച പിന്നെ അഭിഷേക് അവന് ഭയങ്കര നൈസ്. അവന് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടാകുന്ന ഏറ്റവും ജെന്വനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ശ്രീരേഖ ചേച്ചി, പിന്നെ ജസ്മിനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം പേഴ്സണലി. അവളുടെ കൂടെ പേഴ്സണലി നമ്മൾ രണ്ടുപേരും കൂടെ ഫൈറ്റിംഗ് ഉണ്ടായിട്ടില്ലല്ലോ ബിഗ് ബോസിൽ. ജാസ്മിൻ ജാഫർ. അവളുടെ കൂടെ എനിക്ക് എല്ലാവരുടെയും കൂടെ ഒരു നല്ല ബന്ധങ്ങളുണ്ട്, എക്സെപ്റ്റ് അർജുന്റെ കൂടെ നടക്കില്ല. അർജുൻ പൊതുവെ എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആരുമായിട്ടും അങ്ങനെ കണക്ഷൻസ് കുറവാണ്. ബേസിക്കലി കണക്ഷൻസ് അല്ല, അവന്റെ പേര് മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതൊക്കെ പിന്നെ ഒരു ദിവസം പ്രൈവറ്റ് ടോക്സ് അല്ലേ. സോ അവന്റെ കൂടെ മാത്രമില്ല, ബാക്കി എല്ലാവരും എനിക്ക് ഏറ്റവും ക്ലോസ് ശ്രീരേഖ ചേച്ചി, യമുന ചേച്ചി. ശ്രീരേഖ എന്റെ സീനിയർ ആയിരുന്നു, എന്റെ നാട്ടുകാരിയാണ് ചേച്ചി. ലൈക്ക് എപ്പോഴും എന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് യമുന ചേച്ചിയെ പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് ഞാൻ തിരിച്ച് യമുന ചേച്ചിയുടെ വേണ്ടിയോട് പറയാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ അമ്മ ചേച്ചിയാണ്, പക്ഷെ എൻ്റെ അമ്മയുടെ സ്ഥലത്തിൽ ഞാൻ വെക്കുന്ന ഒരു ആളാണ്. സോ എനിക്ക് അതിന് പറഞ്ഞു, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ ഉണ്ടാകുന്ന ടൈമിൽ നമ്മളുടെ കിങ് സൈസ് കട്ടിലിൽ ഞാൻ യമുന ചേച്ചിയുടെ കൂടെയാണ് കിടക്കുന്നത് എപ്പോഴും. ചേച്ചി എപ്പോഴും എന്നെ ബ്ലാങ്കറ്റ് ശരിയാക്കണ, തുണി ശരിയാക്കണുണ്ടെങ്കിൽ ചേച്ചിയാണ് എനിക്ക് ചെയ്ത് കൊടുക്കുന്നത്. സോ ആലോചിക്ക്, നമ്മളുടെ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടില്ലാതെ വേറെ ഒരു ലൈക്ക് പ്ലാനറ്റ്, വേറെ ഒരു ഗ്രഹം, വേറെ ഒരു നക്ഷത്രം അവരെ താമസിക്കുന്നതല്ല, നമ്മളെല്ലാവരും കൂടി താമസിക്കുന്നതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ് ദി ഹ്യൂമൻ സൊസൈറ്റി അല്ലേ. ആണുങ്ങളുണ്ടോ, പെണ്ണുങ്ങളുണ്ടോ, ഏജ്ഡ് പീപ്പിൾ ഉണ്ടോ, കുട്ടികളുണ്ടോ, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടോ, വിക്കലാംഗേഴ്സ് എല്ലാവരും ഉണ്ടോ അല്ലേ. സോ നമ്മളെല്ലാം എൻഡ് ഓഫ് ദ മൊമെന്റ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. സോ ഞാൻ അതിനെ പറഞ്ഞ് നമ്മൾ ട്രാൻസ്ജെൻഡർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പോൾ യമുന ചേച്ചിയുടെ പോലെ പിന്നെ പെണ്ണുങ്ങൾ നമുക്ക് എപ്പോഴും ഏറ്റവും മനസ്സിലാക്കുന്ന ഫസ്റ്റ് കാര്യം പെണ്ണുങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മൾ സർജറിക്ക് മുന്നേ ഒരു ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ
പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ പോകുന്ന കാരണം സേഫാണ്. ഞാൻ പറയില്ല ആണെങ്കിൽ ചീത്താണ്. 50% boys are not comfortable. Yes. They are not comfortable. They don't hate us. They are not comfortable. So അതിനാണ് നമുക്ക് പെണ്ണുങ്ങളിൽ ഇപ്പൊ ഒരു പെണ്ണ് ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ സെയിം രീതിയിലേക്ക് വരും അല്ലേ? നോട്ട് ഓൺലി ട്രാൻസ്ജെൻഡേഴ്സ്. ഒരു പെണ്ണുണ്ടെങ്കിലും ആ ബാത്റൂമിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ആണെങ്കിലും ആ പെണ്ണുങ്ങളും ഉണ്ടെങ്കിലും അയ്യേ. പക്ഷെ നമ്മള് ഇപ്പാണ് നമ്മളുടെ ഈക്വാലിറ്റി, ഒരു ബാത്റൂം വേണം, ഒരു പബ്ലിക് ടോയ്ലറ്റ് വേണം, ഇതാണ് ഇപ്പൊ വരുന്നത്. പണ്ടത്തെ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ആ പെണ്ണുങ്ങളുടെ കൂടെ നമ്മളെ കംഫർട്ടബിൾ ആണ്. സോ ഐ ഓൾവേസ് റെസ്പെക്ട് വിമൻ ബിക്കോസ് ദേ അണ്ടർസ്റ്റുഡ് us. കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണ്. സ്ത്രീകൾക്കാണ് കുറെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുക എല്ലായ്പ്പോഴും. ഇപ്പൊ പുരുഷ വിരോധികൾ അല്ല, പുരുഷ മറ്റേ അനുകൂലികൾ വരും ഇതും കണ്ട് പാഞ്ഞു പറിച്ചു. പക്ഷെ സത്യം അതാണ്, എപ്പോഴും ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും സ്ത്രീകൾക്കാണ്. ഓഫ് കോഴ്സ് പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പുരുഷന്മാർ ഇങ്ങനെയാണ് നോക്കില്ല. ബിക്കോസ് ഇഫ് വി ഹാവ് ടു സീ പുരുഷന്മാരുടെ സൈഡിലുണ്ടെങ്കിൽ ഒരു 50% പുരുഷന്മാർ കംഫർട്ടബിൾ അല്ല. മൈ ബി ഡേ ലവ് us, മൈ ബി ഡേ ക്യാൻ ടോക്ക്. ഇപ്പൊ ഞാനൊരു കാര്യം, ഇപ്പൊ രാത്രി ഒരു റോഡിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഒരു പയ്യന് പോയിട്ട് ഭയങ്കര ക്ലോസ്നെസ് ഉണ്ടെങ്കിലും പിറ്റേ ദിവസം അവന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് സൊസൈറ്റി ഈസ് ലൈക്ക് ദാറ്റ്. ആ ടൈമിൽ നമുക്ക് ഇവൻ എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവന് നമ്മൾ ആ സൈഡിൽ ചിന്തിക്കണം അല്ലേ ചേച്ചി? ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്, he is not comfortable, okay, let it be, no, it's okay, fine. If somebody likes us, they will come on daytime also. If somebody don't like us, if they are coming on night also, they are showing lots of, they cannot show. So better to leave them, just get lost. അത്രേ ഉള്ളൂ. അവരെ വഴിക്ക് വിട്ടേക്ക്. ആയിക്കോട്ടെ. അതെ, ആര് വിളിക്കുന്നു? നമ്മൾ സ്വന്തം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്തായാലും ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ആൾക്കാർക്ക് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചോദിച്ചത്. എനിക്ക് നമ്മുടെ സംഭാഷണത്തിൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിവേ താങ്ക് യു. ഇനി നമുക്കൊരു വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ജാനുവിന് ഇച്ചിരി വിഷമം ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും ജാനുവിന് ഒരുപാട് പ്രിയപ്പെടുന്ന എൻ്റെ പാരൻസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജാനു ഇപ്പോൾ പലപ്പോഴും എന്നോട് നമ്മൾ ബിഫോർ ഷൂട്ടും എന്നോട് പറഞ്ഞു ആസാമിലെ കാര്യങ്ങൾ, അവിടെ വീട്ടിലെ കാര്യങ്ങൾ, ഡാഡി പപ്പ ഒറ്റയ്ക്കാണ്, പപ്പയ്ക്ക് ഇതൊന്നും അറിയില്ല, എന്നെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴും യു ആർ സോ ക്ലോസ് ടു ദം. ബട്ട് കേരളക്കാര് ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ഇവിടെ കീഴടക്കിയത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ജാനുവിന് മമ്മി നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് അത് ഓവർകം ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതോ ഇനി ആസാമിലേക്ക് പോകാറുണ്ടോ? ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന കാരണം അച്ഛൻ കുട്ടിയുടെ പോലെയാണ്. അച്ഛനക്ക് വീട്ടിൻ്റെ ഓരോ കാര്യം അറിയത്തില്ല. അത്ര വർഷം അച്ഛൻ ജോലി ചെയ്ത് നമുക്ക് ഹിൽസ് ഹാഫ്ലോങ് എല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ, ഹിൽ സ്റ്റേഷൻ. സോ അവിടെയാണ് അച്ഛൻ ജോലി. ഒറ്റയ്ക്കാണ് ക്വാർട്ടറിൽ താമസിക്കുന്നത്. മമ്മി ആണ് നമ്മളെ വർക്കിംഗ് ഇൻ ദ റെയിൽവേ ആസ് എ എഞ്ചിനീയർ. സോ അച്ഛന് ലീവ് പെട്ടെന്ന് കിട്ടില്ല. സോ ഭയങ്കര 32 years ജോലി ചെയ്തിട്ട് അച്ഛൻ വീട്ടിൽ വന്ന് January 31st റിട്ടയർമെന്റ് ആയി ലാസ്റ്റ് ഇയർ. 1ാം തീയതി വീട്ടിലെത്തി, 2ാം തീയതി മമ്മിക്ക് സ്ട്രോക്ക് ആയി. സോ അച്ഛനക്ക് അതാണ് ഏറ്റവും വലിയ ഷോക്ക്. കാരണം അച്ഛൻ വിചാരിച്ച് ഫാമിലിയുടെ കൂടെ ഇരിക്കും, എൻ്റെ വീഡിയോ വരും. മമ്മിക്ക് രാമേശ്വരം കാണാൻ വേണ്ടി മമ്മിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ മമ്മിക്ക് അരവിദ്യ കൊണ്ടുപോകും, എല്ലാം പ്ലാൻ ചെയ്തിട്ട് വന്ന് പെട്ടെന്ന് മമ്മി സ്ട്രോക്ക് ആയിട്ട് ICU ഉണ്ടായി. ഇത് January 2ാം തീയതി മുതൽ August 17th ICU. പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. മൊത്തം നമ്മൾ എത്ര ട്രൈ ചെയ്ത് ലോസ്റ്റ് ആയിപ്പോയി. ഇപ്പോൾ എനിക്ക് ഇമോഷണലി ഞാൻ കരയാൻ സ്റ്റോപ്പാക്കി. ചിലപ്പോൾ എനിക്ക് കരയാനുണ്ടെങ്കിൽ ചെറിയ അനിയൻ ഭയങ്കര മെച്ചിട്ട് അവനൊക്കെ വിളിച്ചിട്ട് എനിക്ക് വിഷം കരയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഐ വിൽ സ്റ്റോപ്പ് ഇറ്റ്. ബിക്കോസ് ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് അച്ഛൻ 2 അനിയനാണ് വിചാരിച്ചിട്ടല്ല 3 മക്കളുണ്ട്. സോ ഐ ഹാവ് ടു. എനിക്ക് അച്ഛന് പറഞ്ഞു വേണ്ട, ഒന്നും വേണ്ട, വീട്ടിൽ ഇരുന്ന് മതി, വീട് നോക്കണം, തിരിച്ചു വാ. അച്ഛൻ ഇവിടെ വരവില്ല. കാരണം അങ്ങനെയല്ല, ഇപ്പം അച്ഛൻ്റെ അനിയത്തി മരിയുണ്ട്, എല്ലാവരുടെയും വീട്ടിലെ പോകും. അനിയൻ അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ അതല്ലേ ഇപ്പോൾ വരാനായിട്ട്. മാത്രമല്ല ഇത്രയും വർഷം പുറത്ത് നിന്നിട്ട് ഒരുപാട് കൊതിച്ച് റിട്ടയർമെന്റ് ആയി വൈഫിൻ്റെ കൂടെ കഴിയാൻ, മക്കളുടെ കൂടെ കഴിയാൻ വന്നപ്പോൾ ആ സമയത്ത് ജാനു നല്ല ബ്രേവ് ആയിട്ട് നിന്ന് തിരിച്ചു വന്നു. ജാനു അല്ലേ, ഞാൻ ഒറ്റക്കൊണ്ട ടൈമിൽ കറണ്ട് ഞാൻ മമ്മിക്ക് നോക്കും. ബാണായിട്ട് ഇരിക്കുന്ന ടൈമിൽ ഞാൻ മമ്മിക്ക് ഒരു കാര്യം പറഞ്ഞ്, നമ്മളെ തരാൻ പറ്റില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹം. കാരണം മമ്മിയുടെ ലൈഫ് മമ്മിക്ക് അറിയത്തുള്ളൂ. കഷ്ടപ്പെട്ട് കുട്ടികളൊക്കെ ഓരോ അമ്മ കുട്ടികൾക്ക് പറയില്ല എന്നെ ഈ കഷ്ടപ്പെട്ട് ഞാൻ എത്ര സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾക്ക് വലുത് ആക്കി, അതാ ഒരു അമ്മ പറയില്ല. സോ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്, എവിടെയാ തിരിച്ച് ജന്മം കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം സുഖം, നമ്മളെ തരാൻ പറ്റില്ലാത്ത സ്നേഹം, എല്ലാം സൈഡിലെ സ്നേഹം കിട്ടിയിട്ട് ജീവിക്കട്ടെ, പ്രശ്നമില്ല. ബാക്കി ഞാൻ
നോക്കി കരയാം. ആ ടൈമിൽ ഞാൻ സ്റ്റോപ്പാക്കി കരയാനുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്. കാരണം അമ്മയുടെ പിക്ചേഴ്സ് ഉണ്ട്, ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ സംസാരിക്കും ഇങ്ങനെ. പക്ഷേ സത്യം പറഞ്ഞാൽ അമ്മ, എനിക്ക് തോന്നുന്ന അമ്മ പോയിട്ടില്ല. എപ്പോഴും എൻ്റെ ബാക്കിൽ എങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിട്ട് ഇരിക്കും. ഒരു ബിഗ് ലോസ്. ഒബ്വിയസ്ലി മദർ പ്ലീസ് നോബഡി ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ ദ ലൈഫ്. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് ഉണ്ടായിരുന്നത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ദ റിയൽ ജാൻമണിയാണ്. ദ റിയൽ ജാൻമണി ദാസ്. ഒരുപാട് ചിരിക്കുന്ന, കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന, എന്നാൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് കം എ ഗുഡ് ഹ്യൂമൻ ബീങ് സോ ഫാർ. സോ താങ്ക് യു സോ മച്ച് എന്നോട് എനിക്കൊരു ഇൻ്റർവ്യൂ തന്നതിനും അതിന് ഇത്രയും കാര്യങ്ങൾ ഒരുക്കി തന്നതിനും. ഇത്രയും നേരം നമ്മളോടൊപ്പം തിരക്കുണ്ടായിട്ടും, ഞാൻ ഇന്നലെ രാത്രി വിളിക്കുമ്പോഴും തിരക്കിലായിരുന്നു, ഇന്ന് ഇത്രയും സമയം കണ്ടെത്തി എനിക്കൊരു സെഷൻ തന്നതിന് ഒരുപാട് സന്തോഷം. ഞാൻ വിചാരിക്കുന്നു ഞാൻ ജാനുവിനെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ചേച്ചിക്ക് പറയുന്ന ഒരു കാര്യമുള്ളൂ, ദിസ് ഈസ് മൈ ലക്ക്. ബിക്കോസ് ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് കാണുന്ന ഒരു വ്യക്തി, പിന്നെ ഭയങ്കര ജെന്വൻ ഒരു സ്ത്രീ, എനിക്ക് എത്ര ഡീപ്ലി റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ ചേച്ചിയുടെ കൂടെ കുറിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പം ഈ ഇന്റർവ്യൂവിൽ സത്യം പറഞ്ഞില്ല, അതാ എൻ്റെ ലാക്കാണ്. ഞാൻ ചേച്ചിക്ക് അതൊക്കെ എൻ്റെ ലാക്കാണ്. താങ്ക് യു സോ മച്ച് ടു മേക്കിംഗ് മീ സോ സ്പെഷ്യൽ. താങ്ക് യു.